നമസ്കാരം, കേരള റെസിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ആവശ്യമായ സാധനങ്ങൾ: അരക്കപ്പ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, അരക്കപ്പ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, ഒരു കപ്പ് സവോള ചെറുതായി അരിഞ്ഞത്, ഒരു കപ്പ് ബീൻസ് ചെറുതായി അരിഞ്ഞത്, ഒരു കപ്പ് ക്യാബേജ് ചെറുതായി അരിഞ്ഞത്, ഒരു കപ്പ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, കറുവാപ്പട്ട, ഏലക്ക, കുരുമുളക്, ഗ്രാമ്പു, 1/4 കപ്പ് സോയാ സോസ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് പാകത്തിന്, 2 കപ്പ് ബസുമതി അരി, 3 ടേബിൾ സ്പൂൺ ഓയിൽ. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം കറുവാപ്പട്ട, ഏലക്ക, കുരുമുളക്, ഗ്രാമ്പു എന്നിവ ഇട്ടതിന് ശേഷം റൈസ് ഇടുക. റൈസ് വെന്ത് കഴിഞ്ഞാൽ തണുക്കാൻ ഒരു സ്റ്റെയിനറിലേക്ക് മാറ്റുക. ഒരു വലിയ ഉരുളിയിലോ പാനിലോ എണ്ണ ചൂടാക്കുക. അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നതുവരെ വഴറ്റുക. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വച്ചിരിക്കുന്ന സവോള ഇട്ടുകൊടുക്കുക. സവോള വാടിക്കഴിഞ്ഞ് അതിലേക്ക് ബീൻസ് ചേർക്കുക. ബീൻസ് ചെറുതായി വാടിയതിന് ശേഷം ക്യാരറ്റ് ചേർക്കുക. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വച്ചിരിക്കുന്ന ക്യാബേജ് ചേർക്കുക. പച്ചക്കറികൾ നല്ലപോലെ വാടണമെന്നില്ല. ഒരു 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ക്യാപ്സിക്കം ചേർക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർക്കുക. നല്ലപോലെ വഴറ്റുക. പച്ചക്കറികളിൽ സോയാ സോസ് ഒഴിച്ച് നല്ലപോലെ വഴറ്റുക. ഇതിൻ്റെ എല്ലാം ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് ഒരു ശകലം പഞ്ചസാര വിതറുക. ഇതിലേക്ക് വേവിച്ചതും തണുപ്പിച്ചതുമായ ബസുമതി റൈസ് കുറേശ്ശെയായിട്ട് ഇളക്കി കൊടുക്കുക. റൈസ് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഇളക്കാൻ. റൈസ് ചൂടാകുന്നതുവരെ ഒരു 3-4 മിനിറ്റ് തുടർച്ചയായി ഇളക്കുക. എല്ലാം മിക്സ് ആയതിനു ശേഷം റൈസ് ഒരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. വേണമെങ്കിൽ ഇതിൽ മല്ലിയില അരിഞ്ഞ് ഗാർണിഷ് ചെയ്യാം.